സങ്കടപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരു കരച്ചിൽ വന്ന സിനിമ ഏതായിരിക്കും? കരച്ചിൽ വന്ന ഒരുപാട് സിനിമയാണ്. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. ഒരു ചെറിയ വിഷയം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇരുന്ന് മോങ്ങിക്കോളും. അതുകൊണ്ട് അത് ഒരുപാടുണ്ട്. ഒരു ഒന്ന് രണ്ട് സിനിമകൾ ഓർത്ത് പറയാമോ? ഹോം തന്നെ ഞാൻ തന്നെ കരഞ്ഞിട്ടുണ്ടേ. അതാണ് എൻ്റെ അവസ്ഥ. അത് കരഞ്ഞാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചത്. അതുപോലെ ഒത്തിരി ഒത്തിരി സിനിമകൾ നോക്കുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതാ കോമഡിയാണ് നല്ലതെന്ന് തോന്നാൻ കാര്യം, എല്ലാവരുടെയും മനസ്സിൽ നമ്മളൊന്ന് തൊട്ടാൽ മതി കരഞ്ഞു വിഷമിച്ചു പോകുന്ന മലയാളികൾ പ്രത്യേകിച്ചും എല്ലാവർക്കും അങ്ങനെയാണ്. എല്ലാവരും കാണുമ്പോൾ പുറമേ ഉള്ളതേ ഉള്ളൂ. ഒന്ന് ഞോണ്ടിയാൽ അവർ കണ്ണു നിറയുന്ന ഒത്തിരി വിഷയങ്ങളാണ്. അവരെ ചിരിപ്പിക്കാനാണ് പാട്. അവരെ ചിരിക്കണം. അതുകൊണ്ടാണ് ചിരിക്കുന്ന കഥാപാത്രം ചെയ്യുമ്പോഴും എനിക്കറിയാം. ഞാൻ ആൾക്കൂട്ടത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ദൂരെ നിന്ന് കണ്ടിട്ട് അറിയാതെ ഒരുപാട് പരിചയമുള്ള പോലെ ഓടി വന്നിട്ട് ഇങ്ങനെയൊക്കെ പിടിക്കും. ഈ മ്യൂസിയത്തിൽ പോയി കുരങ്ങിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആക്കിയില്ല. അത്ര ഇതായിരുന്നു. അപ്പം എനിക്കതിൽ ഒരിതുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കൊടക്കമ്പി നീർക്കോലിയൊക്കെ അഭിനയിക്കുമ്പോൾ അങ്ങനെയൊക്കെ പേര് പറയുമ്പോഴും എൻ്റെ ഇഷ്ടമെന്ന് വെച്ചാൽ അവർ എന്നിൽ അങ്ങനെ ഒരു സംഭവം കാണുന്നു. അപ്പം എനിക്ക് ദൈവം കൽപ്പിച്ചു തന്നതാണ്. അപ്പം എപ്പോഴൊക്കെ ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. അമ്മ ആരോ ചിലരെ ശാപം കിട്ടിയാൽ അങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞ പോലെ ചില സന്ധ്യ നേരത്തൊക്കെ എൻ്റെ കുസൃതിയെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയൊക്കെ ഇരുന്ന് അമ്മ പറയും. അപ്പോൾ എപ്പോഴും ഞാൻ അമ്മ ശപിച്ചതിലും വല്ലതും ആയിരിക്കുമോ, എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ചില സന്ധ്യക്കൊക്കെ നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട് അപ്പോഴും നമ്മൾ വീട്ടിലെത്തത്തില്ല. കറങ്ങി കളിച്ച് ഒരു അങ്ങുഞ്ഞെത്താത്ത മൂലം പൊത്ത നിക്കറൊക്കെ ഇട്ട് ഓടുകയായിരിക്കും കളിച്ചിട്ട്. അപ്പം വിളക്ക് വയ്ക്കാൻ നേരത്ത് ഇവിടെ പോയാലും വീട്ടിൽ കുളിച്ച് കയ്യും കാലും കഴുകി കയറിക്കോണം, നാമം ജപിച്ചോണം എന്നൊക്കെ പറയും. ആ നേരത്തും വൈകി വന്ന് കയറുമ്പോഴത്തേക്ക് അമ്മ എങ്ങനെ ഇരിക്കും? അപ്പോഴും ഒന്നും മിണ്ടൂല്ല. പക്ഷേ അമ്മ ദേഷ്യം വന്നാൽ പിന്നെ വിടുകയൊന്നുമില്ല. എവിടെയാണ് അടിക്കണമെന്ന് നോക്കില്ല. കൈ കിട്ടുന്നിടത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഒന്നും എൻ്റെ ദേഹത്ത് കൊള്ളൂല്ലെങ്കിൽ അവർ വീണ്ടും എടുത്തെറിയും. അപ്പം വിളക്ക് മാത്രമേ മുമ്പിലുള്ളൂ. അവർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവമേ അവൻ അടിച്ചു നനച്ചു കുളിക്കുകയില്ല, പള്ളിക്കൂടത്തിലും പോകില്ല, നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കുമല്ലോ എന്ന് പറയും. അത് കുറേ പ്രാവശ്യം അവൻ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കും എന്നിങ്ങനെ പറയും. അത് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പറയും, ഒന്നും ഉണ്ടല്ലേ സന്ധ്യയ്ക്ക് പിള്ളേരെ ഒന്നും പറയല്ലേ എന്ന് അമ്മമ്മ ഇരുന്ന് പറയുകയും ചെയ്യും. അമ്മമ്മയ്ക്ക് കണ്ടുകൊണ്ടിടാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഫലിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും അത്